ഗുജറാത്ത് തീരത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതിൻ്റെ പിന്നിൽ ഇറാനാണെന്ന് പെൻറ്റഗൺ ആരോപിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണം നൈജീരിയൻ കൊടിയുള്ള കപ്പലിന് ഇസ്രയേൽ ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നടന്നു എന്നാണ് പെൻറ്റഗൺ സംശയിക്കുന്നത്. നിതിൻ അംബുജൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ, വെൽക്കം ടു ആലപ്പാട് പഞ്ചായത്ത്. അഴീക്കൽ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ പുലിമുട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒരുപക്ഷെ ഡൽഹി താമസിക്കുന്ന നിതിൻ അംബുജന് ഒരു പുതിയ കാഴ്ചയായിരിക്കും. കേരളത്തിൽ വരുമ്പോൾ അഴീക്കലേക്കൊന്ന് വരിക. അപ്പോൾ ഈ ഗുജറാത്ത് തീരത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് പറയൂ. പെൻറ്റഗൺ അങ്ങനെ സംശയിക്കാൻ എന്താണ് കാരണം? SKN, വെരി ഗുഡ് മോർണിംഗ്. SKN, കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം വലിയ തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ചെങ്കടൽ വഴിയുള്ള കപ്പൽ യാത്രകൾക്കെല്ലാം തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു ആക്രമണം എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും ലൈബീരിയൻ പതാകയുള്ള ജപ്പാൻ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. നെതർലാൻഡാണ് ഇത് നിയന്ത്രിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും പെൻറ്റഗൺ പങ്കുവയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണമാണെന്നാണ് പെൻറ്റഗൺ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരാണ് ഇത്തരമൊരു ആക്രമണം എന്ന് സംശയിക്കുന്നു. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് ഒക്ടോബർ 7 ശേഷം നിരവധി തവണ ഇത്തരത്തിൽ ആക്രമണത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഹൂതികൾ നൽകിയിരുന്നു. അതിനെ തുടർന്ന് ഏതാണ്ട് 12ഓളം വാണിജ്യ കപ്പലുകൾ ഈ ചെങ്കടൽ മാർഗമുള്ള യാത്ര ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ആക്രമിക്കപ്പെട്ടത് ജപ്പാൻ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ആക്രമണം, അതായത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലാണ് ധരിച്ചുകൊണ്ടൊരു ആക്രമണമെന്നാണ് സംശയിക്കുന്നത്. ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾക്കെല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരു ഭീഷണി നേരത്തെ തന്നെ ഇറാൻ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെൻറ്റഗൺ ഇറാൻ നേരെ അത്തരമൊരു സംശയം ഉന്നയിക്കുന്നത്. എന്തായാലും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഇതുവരെ നൽകിയിട്ടില്ല. 2021 ശേഷം ഇറാന്റെ ഭാഗത്തുനിന്നും ഏതാണ്ട് 7 തവണ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പെൻറ്റഗൺ അറിയിക്കുന്ന ഒരു കാര്യം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.